രണ്ട് വിശ്വാസം കൊണ്ടാണ്. ഒന്ന് ഞാൻ പറയുന്നത്, നമ്മൾ പിന്നെ ആലോചിക്കാതെയുള്ള ഒരു നിക്ഷേപം ആയി പോയാലുണ്ടാകുന്ന കുഴപ്പവും, മറ്റൊന്ന് ഒരു ഈശ്വര വിശ്വാസം, ഈശ്വരാധീനം. നമ്മുടെ സമയം നല്ലതല്ല. ഇതിൽ ഏത് കാര്യമാണ് അങ്ങ് ഓൺ ചെയ്യുന്നത്? ആലോചിക്കാതെ പോയി ഞാൻ ചെയ്തു പോയൊരു സിനിമയായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് വോയിസ് ഓഫ് സത്യനാരായണ സിനിമ. അത് ഞാൻ വൻ പ്രതീക്ഷയോടുകൂടി പോയി ചെയ്തതാണ്. ആ സിനിമ എനിക്ക് വൻ ദുരന്തം സമ്മാനിച്ചു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. അതെന്താ, എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കാൻ? നമ്മുടെ പ്രതീക്ഷകളാണ്. അതിനു മുമ്പ് ആർട്ടിസ്റ്റിൻ്റെ പടത്തിൻ്റെ ബിസിനസ് അല്ലെങ്കിൽ ആ ആർട്ടിസ്റ്റിന് ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട്. ടെക്നീഷ്യന്മാരിലുള്ള വിശ്വാസം എല്ലാം കൊണ്ട് ഞാനൊരു ഒരുപാട് കാത്തിരുന്ന് ഹാപ്പിയായിട്ട് ചെയ്തൊരു സിനിമയാണ്. ദിലീപാണ്. അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ ആ പടത്തിനെ ബാധിച്ചു. അതായത് അദ്ദേഹത്തിന് ഇന്നും ഇഷ്ടമാണ് എനിക്ക് അയാൾ ഭയങ്കര സ്നേഹമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ സമീപകാലത്ത് വന്ന കുറേ വിഷയങ്ങൾ, ഇപ്പം ഈ രണ്ടാമത്തെ പുള്ളിയുടെ ഇഷ്യൂ, ഇപ്പോൾ ഈ ബാലേന്ദ്രകുമാർ കൊണ്ടുവന്ന വിഷയങ്ങളൊക്കെ ആ സിനിമനെ ഗംഭീരമായിട്ട് ബാധിച്ചു. താങ്കൾ ആ വിഷയം ഓൺ ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നതാണ്, ഇപ്പോഴും ദിലീപ് കുറ്റമുക്തനാക്കപ്പെട്ടു, ദിലീപിനെ കോടതി ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ആ വിധി ശരിയല്ല, അല്ലെങ്കിൽ ആ വിധി ശരിയല്ല എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലേ ഉള്ളൂ. ഇപ്പം ഞാൻ അനുഭവിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. ഈ സോഷ്യൽ മീഡിയക്കാർ പറയുന്നതാണോ കോടതി പറയുന്നതാണോ സത്യം? കോടതിയാണ് സത്യം. സോഷ്യൽ മീഡിയയിൽ വന്ന് ഓരോമാരെ വിളിച്ചു പോകുന്നതല്ല സത്യം. കോടതിയാണ് എടുക്കുന്ന തീരുമാനം. കോടതിയാളെ കുറ്റവിമുക്തനാക്കുന്നയാളും കുറ്റവിമുക്തം തന്നെയാണ്. ബിജു മേനോന്റെ ഒരു റീസെന്റ് ആയിട്ടുള്ള വിഷയം, അദ്ദേഹം ഈ പ്രൊമോഷൻ പരിപാടിക്ക് വരുന്നില്ല എന്നുള്ളൊരു കാരണം. 2 ചിത്രങ്ങളായി പൊതുവിൽ അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കാത്ത ആളാണ് ബിജു മേനോൻ. താങ്കൾ അതിൽ എന്താണ് അങ്ങയുടെ നിലപാട്? കാരണം ഈ പ്രൊമോഷനൊരു നടൻ വരണമോ വേണ്ടയോ, എന്താണ്? നിർബന്ധമായിട്ടും പ്രൊമോഷൻ്റെ ആർട്ടിസ്റ്റിൽ വന്നു കിട്ടും. നിങ്ങൾക്ക് തന്നെ കാണാൻ ഉദാഹരണമുണ്ട്. ഏത് സിനിമ ഇറങ്ങും മുമ്പ് മമ്മൂക്കയിൽ ലാലേട്ടനും ഇറങ്ങും ആ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി. അവരെ ഇപ്പം അവരുടെ ഒരു മമ്മൂട്ടി പടം എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രൊമോഷൻ പോലും നടത്തണ്ടല്ലോ. മോഹൻലാൽ പടം എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ പോലും നടത്തണ്ടല്ലോ. പക്ഷെ അവർ ഉൾപ്പെടെ വരും പ്രൊമോഷന് വേണ്ടി. പിന്നെ എന്തുകൊണ്ടാണ് മറ്റുള്ള ആർട്ടിസ്റ്റുകൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട്? സിനിമ ജനങ്ങളിലോട്ട് എത്താൻ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. പ്രൊമോഷന് വരേണ്ടടുത്ത് വന്നേ പറ്റുള്ളൂ. ഇത് നമ്മുടെ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ എഗ്രിമെൻറ്റിലുള്ളതാണ്. ഞാൻ ആ പടത്തിൻ്റെ പ്രൊമോഷൻ പങ്കെടുത്തോളാം എന്ന് പറഞ്ഞാൽ ഇവർ ഒപ്പിട്ട് തരുന്ന എഗ്രിമെൻറ്റുള്ളതാണ്. ഇവർക്ക് മാത്രമല്ല സുഹൃത്ത്, ഒരാളുടെ സിനിമ, ഇപ്പം അയാൾ അഭിനയിച്ച സിനിമ ഓടണമെന്ന് ആഗ്രഹിക്കുന്നത് ആരാണ്? ഈ പടം ഓടിയില്ലെങ്കിൽ പ്രൊഡ്യൂസർക്ക് കാശ് പോയി, ഓടിയാൽ ഇവർക്കല്ലേ പേര് പ്രശസ്തി കിട്ടുന്നത്. നാളെ ഇന്ന് വാങ്ങിച്ച ശമ്പളം കൂട്ടുവാണ് അവർ. നാളെ അടുത്ത ദിവസം അടുത്ത പടം ഇറങ്ങും, പിന്നെ അടുത്ത പടത്തിന് വഹിക്കുമ്പോൾ അതിൻ്റെ പടം ഓടിയില്ല, എനിക്ക് ഈ പടത്തിന് ഇത്ര കാശ് വേണമെന്ന് പറഞ്ഞ് ഒരു കൂട്ടുക. ഈ പടം പൊട്ടി ആ പ്രൊഡ്യൂസർ താഴെ പോയെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അപ്പോൾ പ്രൊമോഷന് പോയേ പറ്റുള്ളൂ. അനൂപ് കണ്ണൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ, ഇദ്ദേഹം ചെല്ലാത്തതുകൊണ്ടാക്കി 25 ലക്ഷം രൂപ നഷ്ടമാണ്. അത് ഇദ്ദേഹത്തിൻ്റെ ബാധ്യതയില്ല, അത് ചെയ്യേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.